അതായത് ഇവിടെ ഒരു വാഹനങ്ങൾക്കും ഡിലേ ഇല്ല, റെഡി സ്റ്റോക്ക് ആണ്. പുതിയൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്താണ്, ഒരു ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്താണ്. വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഫീച്ചർ വൈസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഇത് അലോയ് വീൽ അല്ലെന്ന് ആരും പറയല അല്ലേ? എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കുന്നത്? നമുക്ക് ഡിസംബർ ക്രിസ്മസ് പ്രമാണിച്ച് നമുക്ക് 50,000 രൂപ റെഡി ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് i20ക്ക് എല്ലാ മോഡൽസും. ഇപ്പൊ പറഞ്ഞ എമൗണ്ടിൽ നിന്നാണോ ഈ 50,000 രൂപ ഇപ്പൊ പറഞ്ഞ മോഡലിൽ നിന്നും കുറഞ്ഞിരിക്കും. ഉള്ളിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതെ, എല്ലാ മോഡൽസും നമുക്ക് നേരിട്ട് കളേഴ്സ് കണ്ട് വേരിയന്റ് കണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പല സമയത്തും പലയിടത്തും പോയി വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ വേരിയന്റ് നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. നമ്മൾ ഫുൾ ഓപ്ഷൻ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇത് പറ്റിക്കുമല്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് എവിടെ വേണമെങ്കിലും വിളിച്ചോ, സംസാരിച്ചോ, ഏത് വാഹനത്തിനും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലെ പ്രീഷ്യസ് ഹുണ്ടായിലാണ്. അതിവിശാലമായ ഒരു ഷോറൂം അല്ലേ? കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, തൊടുപുഴയിലും ആലുവയിലുമാണ് പ്രീഷ്യസ് ഹുണ്ടായി. ഡിസംബർ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ആലുവയിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെട്രോയുടെ പില്ലർ നമ്പർ 62, 63 നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഷോറൂമാണ് പ്രീഷ്യസ് ഹുണ്ടായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനവും, ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഉള്ളത് i20നെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഷഹബാസ് ഖാനാണ്. നമസ്കാരം. നമ്മൾ 2-3 വീഡിയോ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം വീഡിയോനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഷോറൂമിന്റെ ഡിസംബറിലല്ലേ ഡിസംബറിലാണ് നമ്മുടെ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. അതായത് പില്ലർ നമ്പർ 62, 63 നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പ്രീഷ്യസ് ഹുണ്ടായി ആലുവയിൽ. ഈ i20 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യുവാക്കളുടെ i20 ഇറങ്ങിയ കാലം തൊട്ട് ഒരു ഹാച്ച് ബാക്കിൽ ഒരു പെർഫോമൻസ് വാഹനം ആൾക്കാർ ചോദിച്ചു വരും. ഇതിന്റെ എല്ലയിലൊക്കെ ഇപ്പോഴും ഉണ്ടോ? എല്ലയിൽ ഇപ്പോഴും വരുന്നുണ്ട്. അത് ബുക്കിംഗിന്റെ പേരിലാണ്. നമുക്ക് എല്ലയിന് സാധാരണ ബുക്കിംഗ് ഡിലേ ഉണ്ട്, പക്ഷെ നമ്മുടെ ഷോറൂമിൽ യാതൊരു ബുക്കിംഗ് ഡിലേ ഇല്ല. റെഡി സ്റ്റോക്ക് നമുക്ക് 10 days അല്ലെങ്കിൽ 15 daysനുള്ളിൽ നമുക്ക് എല്ലയിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഒരു വാഹനങ്ങൾക്കും ഡിലേ ഇല്ല, റെഡി സ്റ്റോക്ക് ആണ്. പുതിയൊരു ഷോറൂം സ്റ്റാർട്ട് ചെയ്താണ്, ഒരു ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്താണ്. വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ കേരളത്തിൽ നിന്ന് എവിടെ വേണമെങ്കിലും വിളിച്ചോ, സംസാരിച്ചോ, ഏത് വാഹനത്തിനും വണ്ടി അവൈലബിൾ ആണല്ലേ? അപ്പം ഈ i20നെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് നമ്മുടെ 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നേരത്തെ ഡീസൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡീസൽ ഇല്ല, പെട്രോൾ എഞ്ചിനാണ് നമുക്ക് i20ൽ വരുന്നത്. ഇത് സ്പോർട്സ് വേരിയന്റ് ആണ്. ഇതാണ് നമ്മുടെ മിഡ് റേഞ്ച് വണ്ടി i20ൽ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ളതും. ഈ സ്പോർട്സ് വേരിയന്റ് സ്പോർട്സ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, i20 സ്പോർട്സ്. ഇതാണ് സ്പോർട്സ് വേരിയന്റ് വണ്ടി. നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീച്ചർ വൈസ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? നമുക്ക് ഫീച്ചർ വൈസിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ചേട്ടാ. അതായത് i20 ഇപ്പോൾ ഇത് ഫുൾ ഓപ്ഷൻ ആണോ സ്പോർട്സ് ആണോ നമുക്ക് പുറത്ത് നോക്കി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് i20യുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മുടെ ഈ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്, ഹെഡ്ലൈറ്റിന്റെ പൊസിഷൻസ് ഇതെല്ലാം ആ ഒരു രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഓപ്ഷൻ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഗ്രിൽസിന്റെ ഇതാണെങ്കിലും എല്ലാം ആ രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത, ഈ ഹുണ്ടായുടെ ഈ ഒരു എംബ്ലം വന്നിരിക്കുന്നത് പഴയ ഇതിൽ നിന്ന് ഡിഫറൻസ് ആയി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ പേസ് ചെയ്ത് ഉള്ളൊരു ഇതാണ്. മനസ്സിലായി. ഓക്കെ, അപ്പം ഫീച്ചറാണ് എനിക്ക് ഹ്യുണ്ടായിലെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഫീച്ചേഴ്സ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കമ്പനി തിരിച്ചു തരും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ ഈ സ്പോർട്സ് വേരിയന്റിൽ ഫീച്ചർ ഒന്ന് പറയാം. ആദ്യത്തെ ഇത് തന്നെ നമുക്ക് ടയറിൽ നിന്ന് തുടങ്ങാം. നമുക്ക് 16 ഇഞ്ച് ടയറാണ് വരുന്നത്. ഇത് അലൈവിലാണോ അതോ വീൽ കപ്പാണോ നോക്കി? ഇത് അലൈവിലല്ലേ? ഇത് അലൈവിലല്ല ചോദിച്ചേട്ടാ, ഇത് വീൽ കപ്പാണ്. ഇതാണ് സ്പോർട്സ് വേരിയന്റിൽ വരുന്ന ഡ്രം കട്ട് ചെയ്തുള്ള അലൈവിൽസ് പോലത്തെ വീൽ കപ്പ്. ഇതൊന്നും ആൾക്കാർ എങ്ങോട്ട് കൊണ്ടുപോകുന്നേ? ഇത് അലൈവിലല്ലെന്ന് ആരും പറയല്ലേ? ഇല്ല, അതാണ് ഇത്. ഓക്കെ, കൊള്ളാട്ടോ. ഞാനിത് അലൈവിലാണെന്ന് വിചാരിച്ചു. അതായത് അലൈവിലല്ല, പക്ഷെ ഇത് വീൽ കപ്പാണ് ഇത് വരുന്നത്. വീൽ കപ്പാണ്? അതെ. പറ്റിക്കുവാണോ? പറ്റിക്കുമല്ല, അല്ലേ? അപ്പം ഉള്ളിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പ്രീമിയം ഹാഷ് ബാക്കിൽ വരുന്ന ഒരു വണ്ടിയാണ്. പ്രീമിയം വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഞാൻ എന്ന വ്യക്തി ബലിനോ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ബലിനോ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ ബലിനോയും i20യും എനിക്ക് തോന്നിയിട്ട് സെയിം കാറ്റഗറിയാണ് അല്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതാണ്. എനിക്ക് തോന്നിയിട്ട് ബലിനോയിലുള്ള അതേ ഡ്രൈവിംഗ് കംഫർട്ട്, അതായത് ആ സീറ്റിംഗ് കംഫർട്ട് ഇവിടെ പൊസിഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഡീക്കട്ട് സ്റ്റിയറിംഗ് വീൽസ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഡ്രൈവിംഗിൽ നല്ല കംഫർട്ട് വരും. ഓക്കെ, അതായത് ഇത് ടിൽറ്റബിളും ടെലിസ്കോപ്പിക്കും ആണ്. ഓക്കെ,
ഓക്കെ, ടെലിറ്റബിളും ടെലിസ്കോപ്പിക്കുമാണ്. ടെലിസ്കോപ്പിക്കുമാണ്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. എന്നെ സംബന്ധിച്ച് എൻ്റെ വാഹനങ്ങളിൽ ഇല്ലാത്തതും എന്നാൽ അതാ ഞാൻ എടുത്തു പറഞ്ഞത്. ഫീച്ചർ വൈസ് നിങ്ങൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. ഓക്കെ ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ലാണ്ട് ഫീച്ചർ വൈസ് ഒന്ന് പെട്ടെന്ന് എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തന്നെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും പറയാനാണെങ്കിൽ ടച്ച് സ്ക്രീൻ സിസ്റ്റം വിത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്, പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വരുന്നുണ്ട്, ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് i20-ലുണ്ട്, ഈ വേരിയന്റിലുണ്ട്. അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഈ വേരിയന്റിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞു. നമുക്ക് ഈ വേരിയന്റ് 9,50,000 രൂപയ്ക്ക് തന്നേക്കാം. 9,50,000 രൂപ. 50,000 റെഡി സ്റ്റോക്ക്. റെഡി സ്റ്റോക്ക്. വെയിറ്റിംഗ് ഇല്ല, വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. വൈറ്റ് റെഡ് ഓഫർ എന്താ ഉള്ളത്? നമുക്ക് ഡിസംബർ ക്രിസ്മസ് പ്രമാണിച്ച് നമുക്ക് 50,000 രൂപ റെഡി ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് i20ക്ക് എല്ലാ മോഡൽസും. ഇപ്പൊ പറഞ്ഞ എമൗണ്ടിൽ നിന്നാണോ ഈ 50,000 രൂപ ഇപ്പൊ പറഞ്ഞ എമൗണ്ടിൽ നിന്നും കുറഞ്ഞിരിക്കും. അതെ അതെ അതെ. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെയുള്ള എല്ലാവിധ ഓഫേഴ്സും ഉണ്ട്. ഡയറക്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം 50,000 രൂപ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ കാര്യങ്ങൾ പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ ഓഫറുകൾ സെപ്പറേറ്റ് ആണ്. പിന്നെ വേരിയന്റ് വൈസ് എന്തെങ്കിലും ഓഫറുകൾ ചേഞ്ച് ഉണ്ടോ? വേരിയന്റ് വൈസ് മാനുവൽ മോഡൽസിനാണ് 50,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. നമുക്ക് മാനുവൽ മോഡൽസ് സ്പോർട്സ് വേരിയന്റ് തന്നെ നമുക്ക് എല്ലാ കളേഴ്സും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. റെഡി സ്റ്റോക്ക് ഉണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് പറയണ്ടേ കേട്ടോ. റെഡി സ്റ്റോക്ക് സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീഷ്യസ് കൊണ്ട് തന്നെ സമീപിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, മൈലേജ് എന്താണ്? നമുക്ക് i20ക്ക് 18 നമുക്ക് കിട്ടുന്ന മൈലേജ്. 18 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നത്. വാറണ്ടി ഗ്യാരണ്ടി എന്താണ്? നോർമൽ ബാക്കിയുള്ള വെഹിക്കിൾസിനെ പോലെ തന്നെ 3 വർഷത്തെ വാറണ്ടി, നോർമൽ വാറണ്ടി ഉണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് 7 ഇയർ വരെ നമുക്ക് വാറണ്ടി എടുക്കാം. 1,40,000 കിലോമീറ്റർ വരെ നമുക്ക് കിലോമീറ്ററിൽ വാറണ്ടി കിട്ടും. ഇവിടെയുള്ള എല്ലാ വാഹനങ്ങൾക്കും റെഡി സ്റ്റോക്ക് ഉണ്ടെന്നാണോ നിങ്ങൾ? അതെ, എല്ലാ വാഹനങ്ങൾക്കും റെഡി സ്റ്റോക്ക്. ഹ്യുണ്ടായുടെ ഏത് വാഹനം നോക്കിയാലും റെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മുടെ കയ്യിൽ തൊടുപുഴയിലാണ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു യാർഡാണ് നിൽക്കുന്നത് അല്ലേ? 19 വണ്ടികൾ ഒരുമിച്ച് അവിടെ. എല്ലാ മോഡൽസും നമുക്ക് നേരിട്ട് കളേഴ്സ് കണ്ട് വേരിയന്റ് കണ്ട് നമുക്ക് എടുക്കാം പറ്റും. നമ്മൾ പല സമയത്തും പലയിടത്തും പോയി വണ്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ വേരിയന്റ് നമ്മൾ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. നമ്മൾ ഫുൾ ഓപ്ഷൻ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതുള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് വന്ന് എല്ലാ വേരിയന്റ്സും കാണാം. കണ്ടില്ല, ഇവിടെ തന്നെ എല്ലാ മോഡൽസിന്റെ എല്ലാ വേരിയന്റ്സ് സെപ്പറേറ്റ് കിടക്കുന്നുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റും. അതെ അതെ, അത് തന്നെയാണ് ഹൈലൈറ്റ്. കസ്റ്റമർക്ക് ഒരു വേരിയന്റ് മനസ്സിൽ വിചാരിച്ചു, ആ വേരിയന്റ് നേരിട്ട് കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലേ? അപ്പം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കുന്നത്? നമുക്ക് ഇത് 1 lakh താഴെ മതി ഡൗൺ പേയ്മെന്റ് i20ക്ക്. 1 ലക്ഷം രൂപ താഴെ 80,000 രൂപ. 80,000 രൂപ ഫിക്സ്. സിവിൽ സ്കോർ നോക്കണം അല്ലേ? അതെ അതെ. EMI എത്ര വരും? EMI നമുക്ക് 10,000 രൂപ താഴെ മതി. 10,000 താഴെ, അതായത് ഒരു 9,500 രൂപ റേഞ്ചിൽ 600 രൂപയ്ക്ക് മന്ത്ലി EMI അടിച്ച് 80,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ഈ വണ്ടി എടുത്തോണ്ട് പോകാം അല്ലേ? വണ്ടി എടുത്തോണ്ട് പോകാം. കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം, അതും പെർഫോമൻസ് വാഹനം വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോ. എല്ലാവരും അവൈലബിൾ ആണ് അല്ലേ? എല്ലാതിൻ്റെ റേറ്റ് നിങ്ങൾ വിളിച്ചാൽ മതി, അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ജയ്.